ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടൊപ്പം സഞ്ചരിക്കുവാൻ, അതിനെ പിന്തുണയ്ക്കുവാൻ എല്ലാ നാട്ടുകാരും സന്മനസ് കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. JSCPI. ജയ് ഹിന്ദ്. അടുത്തതായി ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ P. അബ്ദുൽ അബീദ് മാഷെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പട്ടിണി സമരത്തിൻ്റെ അധ്യക്ഷനും വടകര SDPI വടകര നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ഷംസീർ ചോമ്പാല, ഈ പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിച്ച കാസർകോട്ടിൽ നിന്നുള്ള മഞ്ജുഷ മാവിലാടം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ ശക്തമായ ഒരു സന്ദേശമാണ് സ്വയം പട്ടിണി കിടന്നുകൊണ്ട് നടത്തുന്ന ഈ പട്ടിണി സമരം നൽകുന്നത്. അതുകൊണ്ട് പ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാനിതിന് അഭിവാദ്യം നേരുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പട്ടിണി സമരം എന്ന് കേൾക്കുമ്പോൾ ഒരു അസാധാരണത്വം തോന്നുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കേൾക്കാറില്ല. പട്ടിണി സമരം ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ കേൾക്കാറില്ല, കാണാറില്ല. അതിന് കാരണം പട്ടിണിയൊക്കെ പൂർണ്ണമായും അവസാനിച്ചതല്ല. ദാരിദ്ര്യവും ജനജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളും ഇല്ലാത്തതല്ല. സാമ്പ്രദായ പാർട്ടികളും ഭരണകൂടങ്ങളും ഇതൊക്കെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. ഭരണകൂടങ്ങളുടെയും ഭരണകൂടങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ട പോലുമല്ല ഇന്ന് മനുഷ്യന്മാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണി ദാരിദ്ര്യമടക്കമുള്ള ദൈനംദിന പ്രശ്നങ്ങൾ. എന്താ കാരണം? ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിൻ്റെ നിർവചനം തന്നെ ഇവിടെ തിരുത്തപ്പെട്ടിരിക്കുന്നു. ഡെമോക്രസിയെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ അംഗീകൃത നിർവചനം, ഡെമോക്രസി ഈസ് ദ റൂൾ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദി പീപ്പിൾ എന്നാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സർക്കാർ നയിക്കുന്ന ഭരണം എന്നാണ്. അത് പാടെ മാറിയിട്ട് ഇന്ന് വളരെ കൃത്യമായി വ്യക്തമായ ആളുകൾക്ക് വിശദീകരണം കൂടാതെ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയായി. ഇന്ന് ഡെമോക്രസി ഈസ് ദ റൂൾ ഓഫ് ദി കോർപ്പറേറ്റ്, ഓഫ് ദി കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ്, ബൈ ദ കോർപ്പറേറ്റ് എന്നായി മാറിയിരിക്കുന്നു. ജനാധിപത്യം എന്ന ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് നടത്തുന്നത് കോർപ്പറേറ്റുകളാണ്. ആർക്ക് വേണ്ടിയാണോ നടത്തുന്നത്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഭരണമായി ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിലും സംസ്ഥാനത്തും കേന്ദ്രത്തിലും വ്യത്യാസങ്ങൾ ചില്ലറൊക്കെ ഉണ്ടാകും. ഇതാണ് കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ നേരത്തെ ദിനംപ്രതി ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ കാണാറുണ്ടായിരുന്നു. അത് ഏറ്റവും മുൻപ്